അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിപൂർണമായ ഈമാനോടുകൂടെ ജീവിപ്പിച്ച് ഈമാനോടുകൂടെ വരപ്പിക്കുമാറാവട്ടെ. ആമീൻ. എല്ലാ ഷർറുകളിൽ നിന്നും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഉദ്ദേശിക്കുന്ന എല്ലാ ഹലാലായ കാര്യങ്ങളും അല്ലാഹു നമുക്ക് നിറവേറ്റി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. عن عبد الرحمن بن عوف عن النبي صلى الله عليه وسلم أنه قال അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി തങ്ങൾ പറഞ്ഞു, ജാഅനി ജിബ്രീലു അലൈഹിസ്സലാം വഖാൽ, എൻ്റെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് നബിയേ, ലാ യുസല്ലി അലൈക അഹദുൻ ഇല്ലാ സ്വല്ല അലൈഹി സബ്ഊന അൽഫ് മലക്. നബിയെ, നിങ്ങളുടെ മേൽ വല്ലവനും ഒരു സ്വലാത്ത് ചെല്ലുമ്പോൾ അവൻ്റെ മേൽ ഈ 70,000 മലക്കുകൾ അവൻ്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ, മലക്കുകൾ അവനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു, റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു, അവൻ്റെ സർവ ഖൈറുകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് മലക്കുകളുടെ ദുആ കൊണ്ട്, സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്വലാത്തെങ്ങാനും ഹബീബിൻ്റെ മേൽ ചൊല്ലിയാൽ അതിന് പകരം 70,000 മലക്കുകളാണ് അവനിക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലക്കുകൾ ആർക്കെങ്കിലും ദുആ ചെയ്താൽ പിന്നെ അവൻ്റെ കാര്യം പറയാനില്ല. വമൻ സ്വല്ലത്ത് അലൈഹിൽ മലായിക കാന മിൻ അഹ്ലിൽ ജന്ന. മലക്കുകൾ ആർക്കെങ്കിലും ദുആ ചെയ്താൽ അവൻ സ്വർഗത്തിൻ്റെ അഹലുകാരനാണ്. സ്വർഗത്തിൽ കടക്കാൻ ഒരു സംശയവും വേണ്ട. ഹബീബിൻ്റെ മേൽ സ്വലാത്ത് വരിപ്പിച്ചാൽ മതി. ആ ഓരോ സ്വലാത്തിനും പകരം 70,000 ഒരു ദോഷത്തിനെ കുറിച്ച് ചിന്തിക്കാത്ത, ഒരു ദോഷത്തിനെ കുറിച്ച് ആലോചിക്കാത്ത 70,000 മലക്കുകൾ അവനക്ക് വേണ്ടി, ഖൈറാത്തുകൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അതാണ് സലാത്തിൻ്റെ അഹലുകാർ. അവരെ പരമ്പര മുഴുവനും വൻ വിജയത്തിലാവാനുള്ള കാരണം എന്താ? അത് തന്നെയാണ്. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. ഒരു 100 സ്വലാത്ത്, ഒരു 500 സ്വലാത്ത്, 1000 സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ ദറജകൾക്കൊരു കണക്കുമില്ല. അള്ളാഹു സലാമത്താക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം, അന്നഹു ഖാൽ, റഅയ്തു അബാ ഇസ്മഹ് ഫിൽ മനാം ഫഖുൽതു ലഹു യാ അബാ ഇസ്മഹ് മാ ഫഅലല്ലാഹു ബിക്. അബൂ ഇസ്മ എന്ന് പറയുന്ന ഒരാളെ അദ്ദേഹം സ്വപ്നത്തിൽ കാണാനിടയായി. അബൂ ഇസ്മ അദ്ദേഹത്തിൻ്റെ വലിയൊരു കൂട്ടുകാരനായിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക്, എന്താണ് നിങ്ങളെ കൊണ്ട് അല്ലാഹു തആല പ്രവർത്തിച്ചത്? ഖാല ഗഫറ ലി ഫഖുൽതു ബി അയ്യി സബബിൻ ഖാല മാ ദക്കർതു ഹദീസൻ ഇല്ലാ സ്വല്ലൈതു അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ ഹദീസിനെയും റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടല്ലാതെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അത് കാരണം അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, അതാനി ജിബ്രീൽ വ മീകായിൽ വ ഇസ്രാഫീൽ വ അസ്റായീൽ അലൈഹിമുസ്സലാം. പ്രധാനപ്പെട്ട 4 മലക്കുകളായ ജിബ്രീലും മീകായിലും ഇസ്രാഫീലും അസ്റായീലും അലൈഹിമുസ്സലാം, ഇവർ 4 പേരും എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഫഖാല ജിബ്രീൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മൻ സ്വല്ലാ അലൈക ഫീ കുല്ലി യൗമിൻ 10 മറ അന ആഖിദും ബിയദിഹി വ അമുറുഹു അല സിറാത്തി കൽ ബർഖിൽ ഖാതിഫി. നബിയെ, അങ്ങേരുടെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയെന്ന്
യാ റസൂലല്ലാഹ് മൻ സ്വല്ല അലൈക ഫീ കുല്ലി യൗമിൻ 10 മറ, ദിവസത്തിൽ 10 സ്വലാത്ത് ചെല്ലുന്ന ഒരു വ്യക്തി, അന ആഖിദും ബിയദിഹി വ അമുറുഹു അലസ്സിറാത്ത്, ഞാൻ അവൻ്റെ കൈ പിടിച്ച് സിറാത്ത് പാലത്തിന്മേൽ കൂടി നടപ്പിക്കും. കൽ ബർഖിൽ ഖാതിഫി, മിന്നറിയും വേഗത്തിൽ. അപ്പൊ തൊട്ടടുത്ത മീകായിൽ അലൈഹിസ്സലാം മുത്ത് റസൂലുള്ളാഹിനോട് പറയുന്ന, നബിയേ, അന ഉസ്തീഹി മിൻ ഹൗദിക, ഞാൻ അവനെ കൊണ്ടുപോയി തങ്ങളുടെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം വാങ്ങിക്കൊടുക്കും, വെള്ളം കൊടുത്തു കൊടുക്കും കുടിക്കാൻ. അപ്പോൾ ഇസ്രാഫീൽ അലൈഹിസ്സലാം പറയുകയാണ്, അന അസ്ജുദു ലില്ലാഹി തആല മാ അർഫഉ റഅസീ ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു, ഞാൻ അല്ലാഹുവിൻ്റെ മുമ്പിൽ സുജൂദിലായിട്ട് അങ്ങോട്ട് കിടക്കും. ആ സ്വലാത്ത് ചൊല്ലിയ വ്യക്തിക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തു എന്ന് ഉറപ്പാകുന്നത് വരേക്കും എൻ്റെ തലയെ ഞാൻ ഉയർത്തുകയില്ല. അപ്പോൾ അസ്രായീൽ അലൈഹിസ്സലാം പറയുന്നു, അന അഖ്ബിലു റൂഹഹു കമാ അഖ്ബിലു അർവാഹൽ അംബിയാഇ അലൈഹിമുസ്സലാം, അംബിയാക്കന്മാരുടെ ആത്മാക്കളെ പിടിക്കുന്നത് പോലെ, റൂഹ് പിടിക്കുന്നത് പോലെ ആയിരിക്കും ഞാൻ അവൻ്റെ റൂഹിനെ പിടിക്കുക, ഒരു വേദനയും ഒരു വിഷമവും ഇല്ലാത്ത രൂപത്തിൽ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരു 10 സ്വലാത്ത് ഒരു ദിവസം ചൊല്ലിയതിൻ്റെ പ്രതിഫലമാണ് ഈ പറഞ്ഞത്. അപ്പോൾ 100 സ്വലാത്തുകൾ ചെല്ലുന്നൊരു മനുഷ്യൻ്റെ അവസ്ഥ നോക്കി. അവൻ്റെ വായിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അത് മതിയാവും. അവനോടൊക്കെ, അങ്ങനെയുള്ളവരോടൊക്കെ ദുആ ചെയ്യാം. പ്രതിസന്ധി ഘട്ടത്തിൽ അങ്ങനെ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരെ പിടിച്ച് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുക. അവരൊന്ന് അള്ളാഹുലേക്ക് കൈ ഉയർത്തിയാൽ അത് മതിയാവും നമുക്കൊക്കെ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. ഹുക്കിയാൻ, അപ്പോൾ വേറൊരാളെ ഏൽപ്പിക്കണ്ട, നമുക്ക് എന്നോട് ചെല്ലിയാൽ മതി എന്നാൽ നമുക്ക് അറിയാമല്ലോ. നമുക്ക് തന്നെ അങ്ങോട്ട് ചെല്ലിയിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ മുമ്പിൽ ഉയർത്തുന്ന ഏത് ചോദ്യത്തിനും അല്ലാഹു തആല ജവാബ് തരും. അല്ലാഹു തആല അവനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും റസൂലുള്ളാഹി തങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലല്ലേ. അപ്പോൾ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിനും അള്ളാഹുവിനോട് ചോദിക്കേണ്ടുന്ന താമസമേ നമുക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെടാതെ സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഫർള് നിർബന്ധമായിട്ടും ചെയ്യുക. ഫർള് നിസ്കാരം നിസ്കരിക്കാതെ ഇതൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല. തുണി അയച്ച് തലപ്പാവ് ധരിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. മനസ്സിലായ? പിന്നെ അപ്പം അങ്ങനെയാണ് 4 പ്രധാനപ്പെട്ട മലക്കുകൾ ഹബീബായ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങൾ. ഹുക്കിയ അൻ അബ്ദില്ലാഹി അന്നഹു ഖാൽ കാന ലനാ ഖാദിമുൻ യഖ്ദുമു സുൽത്താൻ. നമുക്കവിടെ ഒരു രാജാവിനിക്ക് ഖിദ്മത്ത് ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു സേവകൻ ഉണ്ടായിരുന്നു. ബിൽ ഫിസ്ഖ്, തമ്മാടിയായിട്ട് അറിയപ്പെട്ട ആളാണ്. ആള് കൊണല്ല. പക്ഷേ ഫറഅയ്തുഹു ലൈലത്തൻ ഫീ മനാമി, ഒരു ദിവസം ഞാൻ സ്വപ്നത്തിൽ കണ്ടു അവനെ. എങ്ങനെയാണ് കണ്ടതെന്നല്ലേ, വയദുഹു ഫീ യദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ്റെ കൈ റസൂലുള്ളാഹി തങ്ങളോട് കൈയിനോട് ബന്ധിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ അവൻ്റെ കൈ പിടിച്ചിരിക്കുന്നു. അവർ രണ്ടാളും കൂടി കൈ പിടിച്ചിങ്ങനെ നടക്കുക. സുബ്ഹാനല്ലാഹ്. ഫഖുൽതു ലഹു, ഞാൻ പറഞ്ഞു റസൂലുള്ളാഹിനോട്, യാ നബിയല്ലാഹ്. അങ്ങനെയുണ്ടല്ലോ, പറ്റാത്ത ആൾക്കാരെ, വലിയ ആൾക്കാരെ എത്തുന്നത് ഓരോ വലിയ മാന്യന്മാരായിട്ടാണ് കരുതുക. നാട്ടിലൊരു മഹാകൊച്ചറായി കയറും. അപ്പോൾ അവരെ കാണാൻ പോകുന്ന സമയത്ത് ഇയാൾ എത്ര കണ്ട് പോരാ കേട്ടാ സദേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചില ആളുകൾ ഒരു പാര വെക്കലുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, യാ നബിയല്ലാഹ് ഹാദൽ അബ്ദു മിനൽ ഫാസിഖീൻ, നബിയെ, ഇയാൾ അത്ര പോര നബിയെ, നാട്ടിൽ തമ്മാടിത്തരം കൊണ്ട് അറിയപ്പെട്ട ആളാണ് ഇദ്ദേഹം. ഫകൈഫ വളഅ യദഹു ഫീ യദിക, എങ്ങനെയാണ് തങ്ങളെ കയ്യിൽ അവൻ്റെ കൈ വെച്ചത് നബിയെ? അപ്പൊ തങ്ങൾ പറയുകയാണ്, ഫഖാലൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഖദ് ഗഫറല്ലാഹു ലഹു ഖദ് ഗഫറ ലഹു ഉഫിറ ലഹു, അവനിക്ക് അവൻ്റെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെട്ടിട്ടുണ്ട്. വഅന അശ്ഫഉ ലഹു ഇലല്ലാഹ്, ഞാൻ അവനിക്ക് അല്ലാഹുവിനെ കൊള്ള ശുപാർശ ചെയ്യുന്നുണ്ട്. ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ നബിയല്ലാഹ്, അല്ലാഹുവിൻ്റെ നബിയെ,
നിങ്ങൾ അവനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം എന്താ? ഇത്രമാത്രം സ്ഥാനത്തെത്താനുള്ള കാരണം എന്താ? എന്ത് കാരണത്താലാണ് ഈ ഒരു സ്ഥാനം അവൻ കൈവരിച്ചത് എന്ന് ചോദിച്ചപ്പോ فقال بكثرة الصلاة علي إنه كان في كل ليلة حين يجيء إلى فراشه يصلي علي 1000 مرة. സലാത്ത് പെരിപ്പിച്ചത് കാരണം മോനെ, മറ്റ് ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്നഹു കാന ഫീ കുല്ലി ലൈലത്തിൻ, അവൻ എല്ലാ രാത്രിയുമായിരുന്നു അവൻ്റെ കിടപ്പിടത്തേക്ക് അവൻ ചെല്ലുമ്പോൾ എൻ്റെ മേൽ 1000 സ്വലാത്ത് അവൻ പതിവാക്കിയിരുന്നു. അതാരും അറിയുന്നില്ലായിരുന്നു, അവൻ്റെ ദോഷം മാത്രമേ അറിയുന്നുള്ളായിരുന്നു. പക്ഷേ അത് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ഞാൻ പറഞ്ഞ് അവൻ്റെ ദോഷങ്ങളെല്ലാം പൊറുക്കാൻ ഞാൻ ശുപാർശ ചെയ്തു. അവൻ ഇന്ന് ഉന്നതമായ പദവിയിലാണ് മോനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.